tan 15 degree അല്ലേ? tan 15 degree. ഫസ്റ്റ് വൺ tan 15 degree. ഈ 15 നമുക്കൊന്ന് മാറ്റി എഴുതാം. tan of 45 minus 13 tan x minus y, tan x minus tan y divided by 1 plus tan x into tan y. tan 45 1 ആണ്. 1 minus 1 by root 3 divided by 1 plus 1 into 1 by root 3 എന്നാവും. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്താൽ root 3 minus 1 by root 3 divided by root 3 plus 1 by root 3 എന്നാവും. ഈ root 3 കട്ടാവും. That is equal to root 3 minus 1 by root 3 plus 1 എന്ന് കിട്ടും. ഒരു root 3 minus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അപ്പോൾ ന്യൂമറേറ്റർ root 3 minus 1 the whole square എന്നാവും. താഴെ a square minus b square ഫോമാണ്. a plus b into a minus b. root 3 minus 1 a minus b the whole square ഇട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ root 3യുടെ സ്ക്വയർ minus 2ab plus b square, a square minus 2ab plus b square by 3 minus 1 എന്നാവും. അപ്പോൾ ഇത് 3 minus 2 root 3 plus 1 by 2 എന്ന് കിട്ടും. 3 plus 1 4 minus 2 root 3 by 2 എന്നാവും. 4 by 2 2, ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൈനസ് റൂട്ട് 3, 2 മൈനസ് റൂട്ട് 3 എന്ന് കിട്ടും. tan 15 ഡിഗ്രി. അടുത്ത വേണ്ടത് കോട്ട് 15ഉം tan 15ഉം തമ്മിൽ ഒന്ന് ആഡ് ചെയ്യാനായിട്ടാണ്. രണ്ടാമത്തത് കോട്ട് 15 പ്ലസ് tan 15 ഈസ് ഈക്വൽ ടു tan 15. കോട്ട് 15 എന്ന് പറയുമ്പോൾ tan 15 റെസിപ്രോക്കലാണ്. 1/2 മൈനസ് റൂട്ട് 3 ആണ്. ഇത് 2 മൈനസ് റൂട്ട് 3 എന്നാകും. 2 മൈനസ് റൂട്ട് 3. ഇവിടെ ഒരു 2 പ്ലസ് റൂട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 2 പ്ലസ് റൂട്ട് 3 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഉണ്ടോ? പ്ലസ് 2 മൈനസ് റൂട്ട് 3 എന്നാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 2 പ്ലസ് റൂട്ട് 3 ബൈ 2 സ്ക്വയർ മൈനസ് റൂട്ട് 3 സ്ക്വയർ പ്ലസ് 2 മൈനസ് റൂട്ട് 3 എന്ന് കിട്ടും. ഇത് 4 മൈനസ് 3 1 ആണ്. അപ്പോൾ ഇത് 2 പ്ലസ് റൂട്ട് 3 പ്ലസ് 2 മൈനസ് റൂട്ട് 3 എന്നാവും. റൂട്ട് 3 കട്ടാവും. 2 പ്ലസ് 2 4 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. അടുത്തത് prove that tan square pi by 4, first one ഇതാണ് tan square pi by 4. ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം. tan square pi by 4 plus sin square pi by 6 minus cos square pi by 3 എന്നാണ്. tan pi by 4 1 ആണ്. അപ്പോൾ ഇത് 1 സ്ക്വയർ എന്നാവും. ഇത് sin 30 ആണ്. sin 30യുടെ സ്ക്വയർ 1/2ൻ്റെ സ്ക്വയർ മൈനസ് ഇത് cos 60 ആണ്. sin 30യുടെ വാല്യൂ cos 60യുടെ വാല്യൂ സെയിം തന്നെയാണ്. cos 60യും 1/2 തന്നെയാണ്. 1/2ൻ്റെ സ്ക്വയർ എന്നാവും. ഓക്കെ, അപ്പോൾ ഇത് ക്യാൻസൽ ആവും. ഇത് ക്യാൻസലായിട്ട് നമുക്ക് 1 എന്ന് തന്നെ കിട്ടും. സോ ഫസ്റ്റ് വൺ ഈസ് 1. അടുത്ത രണ്ടാമത്തത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. അത് അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, now the next problem. tan x 3/4. tan x is equal to 3/4. തേർഡ് ക്വാഡ്രൻ്റ് ആണ്. തേർഡ് ക്വാഡ്രൻ്റ് ആകുമ്പോൾ ഇത് എക്സ് ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസൻറ്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസ് 5 ആവും. അങ്ങനെയാണെങ്കിൽ കോസ് എക്സിൻ്റെ വാല്യൂ ആണ്. കോസ് എക്സ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ബട്ട് തേർഡ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും. സോ ഫസ്റ്റ് വൺ അതാണ്. Now find the principal and general solution of cos x is equal to 1/2. cos x പോസിറ്റീവ് വരുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും ഫോർത്ത് ക്വാഡ്രൻറ്റിലുമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ആംഗിൾ എന്ന് പറയുന്നത് cos 60 ആണ്. cos π/3 ആണ്. ഓക്കെ, ഇനി ഫോർത്ത് ക്വാഡ്രൻറ്റിൽ ആംഗിൾ വരുന്നത് cos 2π മൈനസ് π/3 എന്ന് പറയുന്നത് cos π/3 തന്നെയാണ്. cos 60 1/2 തന്നെ കിട്ടും. ദാറ്റ് ഈസ് cos 5π/3 ആണ് 1/2.
Therefore, principal solutions are, the principal solution, five pi by 3. Therefore, principal solutions are pi by 3 ഉം 5 pi by 3 ആണ്. ഇനി ജനറൽ സൊല്യൂഷനിൽ കോസ് എക്സ് ഈസ് ഈക്വൽ ടു 1/2 പകരം കോസ് പൈ ബൈ 3 എന്ന് കൊടുക്കുന്നു. അപ്പോൾ കോസ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് ആൽഫ ഫോം ആണ്. കോസ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് വൈ ഫോം. എക്സ് ഈസ് ഈക്വൽ ടു 2n പൈ പ്ലസ് ഓർ മൈനസ് പൈ ബൈ 3 where n belongs to z. 2n പൈ പ്ലസ് ഓർ മൈനസ് പൈ ബൈ 3. നെക്സ്റ്റ്, സൈൻ 600 ഡിഗ്രി. ഇതാണ് സൈൻ 600. സൈൻ 600 ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് 720 അല്ലേ? 720 2 ഇൻറ്റു 360 എന്നാണ്. 360 റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റില്ല. അപ്പോൾ 720 മൈനസ് 120 എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ഓഫ് 120 എന്നാവും. ഓക്കെ, ഈ മൈനസ് 120 എന്ന് പറയുന്നത് മൈനസ് സൈൻ ഓഫ് 180 മൈനസ് 60 ആവും. That is equal to minus sin 60, that is minus root 3 by 2. Cos 330, that is cos of 360 minus 30. Cos 360 minus theta cos theta തന്നെയാണ്. cos 30 ആണ്, അത് root 3 by 2 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് cos 120 ആണ്. cos 120 is equal to cos of 180 minus 60. സെക്കൻഡ് ക്വാഡ്രന്റിൽ മൈനസ് cos 60 ആവും. മൈനസ് cos 60 മൈനസ് ഹാഫ് എന്നാവും cos 120. അടുത്തത് sin 150 is equal to sin of 180 minus 30. സെക്കൻഡ് ക്വാഡ്രന്റ് sin 30, that is equal to 1 by 2. Okay, now the second part is sin 600 into cos 330. Sin 600 into, that is minus root 3 by 2 into root 3 by 2 plus cos 120 minus half into cos 150 1 by 2 plus sin 180 0 ആണ്. sin 180 0 ആണ്. sin pi 0, cos pi is minus 1. Okay, അപ്പോൾ ഇത് നെഗറ്റീവ് 3/2 മൈനസ് 1/4. 3/2 അല്ല, മൈനസ് 1/4 പ്ലസ് 0, ദാറ്റ് ഈസ് മൈനസ് 4/4. മൈനസ് 4/4, ദാറ്റ് ഈസ് മൈനസ് 1. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 75 ഡിഗ്രി. Okay, sin 75 degree. Sin 75 degree is equal to sin of 45 plus 30. That is sin x cos y. Sin x cos y plus cos x sin y. 1 by root 2 into cos 30 root 3 by 2 plus 1 by root 2 into 1 by 2, that is root 3 by 2 root 2 plus 1 by 2 root 2, which is equal to root 3 plus 1 by 2 root 2. That is sin 75 degree. അടുത്തത് sin, prove that sin x minus y divided by sin x plus y. Okay, second part, sin x minus y divided by sin x plus y is equal to, sin x minus y യുടെ ഫോർമുല sin x cos y minus cos x sin y divided by ഇത് sin x cos y plus cos x sin y എന്നാണ്.
ഓക്കെ, ഒരു cos x cos y കൊണ്ട് എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്യാം. It is equal to divide in the numerator and denominator by cos x cos y, that is sin x cos y by cos x cos y minus cos x sin y divided by cos x cos y divided by sin x cos y divided by cos x cos y plus cos x sin y divided by cos x cos y equal to, ഇവിടെ cos y ക്യാൻസൽ ആവും, ഇവിടെ cos x ക്യാൻസൽ ആവും, again ഇവിടെ cos y ക്യാൻസൽ ആവും, ഇവിടെ cos x ക്യാൻസൽ ആവും. sin x by cos x tan x, tan x plus tan x minus tan y by tan x plus tan y. Okay, that is the right hand side. Next, first one, convert 2 pi by 3 radian into degree measure, 2 pi by 3 into 180 divided by pi. Okay, pi cancel, 60, so that is equal to 120 degree. Okay, first one. Now second one, cos of 2 pi minus x, second one cos of 360 minus x, second fourth quadrant, that is cos x itself. Okay, now question number 3 നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നില്ല, അത് നേരത്തെ ഒരു പ്രോബ്ലം ചെയ്തതാണ്, അത് റെഫർ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ, first one, sin x cos y, sin x cos y plus cos x sin y, അത് sin of x plus y ആണ്. ഓക്കെ, രണ്ടാമത്തത്, ഈ എക്സിന് put x is equal to 50 degree, put 50 degree, അത് x എന്നും y is equal to 10 degree എന്ന് കൊടുത്താൽ എന്ത് കിട്ടും? sin 50 cos 10 plus cos 50 sin 10 is equal to sin of 50 plus 10, that is sin 60, that is root 3 by 2 എന്ന് കിട്ടും. ഓക്കെ, തേർഡ് വൺ നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞതാണ്, അത് ആ പ്രോബ്ലം റെഫർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ, which of the following values of sin x is incorrect? ഒന്നാമത് sin x 0, sin x 1/2, sin x 1, sin x ന്റെ വാല്യൂ sin x not equal to 3, sin x ന്റെ വാല്യൂ 3 ആവില്ല. അടുത്ത രണ്ടാമത്തത്, prove that cos pi by 4 plus x, cos pi by 4 plus x plus cos pi by 4 minus x is equal to cos c plus cos d, 2 cos c plus d by 2, pi by 4 plus x plus pi by 4 minus x by 2, again cos c minus d by 2, pi by 4 plus x minus pi by 4, മൈനസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് x ആവും, by 2 എന്നാവും, which is equal to 2 is equal to 2 cos of x cancel ആവും, pi by 4 plus pi by 4 2 pi by 4 90 ആവും, by 2 45 എന്ന്, that is pi by 4 into ഇവിടെ pi by 4 cancel ആവും, 2x by 2 x ആവും, cos x എന്ന് കിട്ടും. ഓക്കെ, that is equal to 2 into 1 by root 2 into cos x എന്ന് കിട്ടും, that is equal to ഈ root 2 ആയിട്ട് ക്യാൻസൽ ആകുമ്പോൾ root 2 cos x എന്ന് കിട്ടും. Second one. Okay, now the third one, question number 3. എങ്ങനെ ചെയ്യാം? അതൊരു ആപ്ലിക്കേഷൻ പ്രോബ്ലം ആണ്, എങ്ങനെ ചെയ്യാം?
A tree breaks due to storm and the broken part bends so that the top of the tree touches the ground, making an angle 30 degree with it. ഒരു ട്രീ ഉണ്ടായിരുന്നു, ആ ട്രീ ഒന്ന് ബ്രേക്ക് ചെയ്യുവാണ്. ബ്രേക്ക് ചെയ്തിട്ട് ഗ്രൗണ്ട് ലെവലിൽ ട്രീ നിൽക്കുന്നു. ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് അതിങ്ങനെ വീഴുവാണ്. ഗ്രൗണ്ടുമായിട്ടൊരു 30 ഡിഗ്രി ആംഗിൾ ഫോം ചെയ്യുന്നു. ഓക്കെ. The distance between the foot of the tree to the point where the top touch the ground is 8 meter. Foot of the tree ഇതാണ് A. ടോപ്പ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന B ആണ്, അത് 8 മീറ്റർ ആണ്. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ട്രീ എന്നാണ്. ട്രീയുടെ ഹൈറ്റ് കാണണം. ഓക്കെ, ഇനി സി എന്ന് കൊടുക്കാം. ABC ട്രീയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് AC യും BC യും കൂടി ആഡ് ചെയ്താൽ മതി. AC ഇപ്പോൾ ഉള്ള പാർട്ടും BC അത് ഒടിഞ്ഞ് ബ്രോക്കൺ പാർട്ടുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസൻറ്റ് സൈഡ് ഉണ്ട്. ടാൻ 30 ഉപയോഗിച്ചുകൊണ്ട് ടാൻ 30 എടുത്താൽ ടാൻ 30 ഈസ് ഈക്വൽ ടു 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് AC ബൈ AB എന്നാണ്. AC ബൈ AB. ടാൻ 30യുടെ വാല്യൂ 1/√3 ഈസ് ഈക്വൽ ടു AC ബൈ AB 8 ആണ്. സോ AC ഈസ് ഈക്വൽ ടു 8 ഡിവൈഡ് ബൈ √3 എന്ന് കിട്ടും. 8/√3. അടുത്തത് cos 30 എടുത്തു കഴിഞ്ഞാൽ cos 30 എടുത്താൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. AB ബൈ BC ആണ്. cos 30യുടെ വാല്യൂ cos 30 ഈസ് 1/cos 30 √3/2 അല്ലേ. √3/2 ഈസ് ഈക്വൽ ടു AB എന്ന് പറയുന്നത് 8 ആണ് ബൈ BC. അപ്പോൾ BCയുടെ വാല്യൂ എന്ന് പറയുന്നത് 16/√3 എന്നാവും. ഓക്കെ, therefore height of the tree അല്ലേ. therefore height of the tree എന്ന് പറയുന്നത് ആഡ് ചെയ്യുക. എന്തൊക്കെ ആഡ് ചെയ്യുക? AC പ്ലസ് BC ആണ്. AC എന്ന് പറയുന്നത് 8/√3 പ്ലസ് 16/√3, അപ്പോൾ 24/√3 എന്നാവും. 24/√3 എന്ന് കിട്ടും. ചെയ്താൽ മതി, അത്രയും മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് sin 225 ഫസ്റ്റ് പാർട്ട്. sin 225 is equal to sin of 180 plus 45 എന്നാണ്. ഓക്കെ, തേർഡ് ക്വാഡ്രൻറ്റിൽ വരും, അവിടെ നെഗറ്റീവ് ആണ്. മൈനസ് സൈൻ 45 എന്ന് കിട്ടും. -1/√2 എന്നാണ്. sin 225 -1/√2. അടുത്ത രണ്ടാമത്, ഫൈൻഡ് ദി പ്രിൻസിപ്പൽ ആൻഡ് ജനറൽ സൊല്യൂഷൻ ഓഫ് sin x is equal to -√3/2. sin x equal to -√3/2. sin x നെഗറ്റീവ് വാല്യൂ വരുന്നത് തേർഡിലും ഫോർത്തിലുമാണ്. അപ്പോൾ പൈ പ്ലസും 2π മൈനസും ആയിരിക്കും ആംഗിൾ. ഇപ്പോൾ sin x √3/2 കിട്ടുന്നത് സൈൻ ഇല്ലാതെ, നെഗറ്റീവ് സൈൻ ഇല്ലാതെ കിട്ടുന്നത് എക്സിന് ഇത് 60 ആണ്, π/3 ആണ്. അപ്പോൾ sin of π പ്ലസ് π/3 എടുത്താൽ അത് മൈനസ് സൈൻ π/3 ആകും, നെഗറ്റീവ് √3/2 എന്ന് കിട്ടും. അപ്പോൾ ഇത് 3π plus π that is sin 4π/3 എന്നായിരിക്കും. sin 4π/3 ആണ് -√3/2. അപ്പോൾ പ്രിൻസിപ്പൽ സൊല്യൂഷനിൽ ഒരെണ്ണമായി. അടുത്തത് ഫോർത്ത് ക്വാഡ്രന്റിൽ ആംഗിൾ ആണ്. sin ഓഫ് 2π മൈനസ് π/3 എന്ന് പറഞ്ഞാലും മൈനസ് സൈൻ π/3 ആണ്, നെഗറ്റീവ് √3/2 എന്ന് കിട്ടും. അപ്പോൾ sin ഓഫ് 6π 5π/3 എന്നാവും, -√3/2. therefore the principal solutions are ഏതൊക്കെ വരും? π/3, 4π/3യും 5π/3യും ആണ്. ഓക്കെ, ഇനി ജനറൽ സൊല്യൂഷനാ sin x is equal to sin of 4π/3 എന്ന് എഴുതാം. ഓക്കെ,
അപ്പോൾ എക്സിൻ്റെ വാല്യൂ n പൈ പ്ലസ് -1 റേസ് ടു n ഇൻറ്റു 4π/3 എന്ന് എഴുതാം. n ബിലോങ്സ് ടു z എന്ന് കിട്ടും. അങ്ങനെ ചെയ്യാം. Prove that. Third problem now. Prove that tan a minus b by 2 is equal to a minus b by a plus b into cot c by 2 എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റിസൾട്ട് സൈൻ റൂളാണ്. എ ബൈ സൈൻ എന്ന് പറയുന്നതും ബി ബൈ സൈൻ ബിയും സി ബൈ സൈൻ സിയും ഒരു കോൺസ്റ്റൻ്റ് ആണെന്നുള്ള കാര്യം അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എ മൈനസ് ബി ബൈ എ പ്ലസ് ബി, സ്മോൾ ലെറ്റർ എക്ക് കെ സൈൻ എന്ന് എഴുതാം. അപ്പോൾ എ മൈനസ് ബി ബൈ ഈ എ മൈനസ് ബി ബൈ എ പ്ലസ് ബിയുടെ വാല്യൂ ആണ് നമ്മൾ കാണുന്നത്. സ്മോൾ ലെറ്റർ എക്ക് പകരം കെ സൈൻ എന്നാവും. കെ സൈൻ എ മൈനസ് കെ സൈൻ ബി ഡിവൈഡഡ് ബൈ കെ സൈൻ എ പ്ലസ് കെ സൈൻ ബി. കെ കോമൺ ഫാക്ടർ എടുത്തിട്ട് ക്യാൻസൽ ചെയ്യാം. പിന്നെ വരുന്നത് സൈൻ എ മൈനസ് സൈൻ ബി എന്നാണ്. കെ ക്യാൻസൽ ചെയ്യുമ്പോൾ സൈൻ എ മൈനസ് സൈൻ ബി ബൈ സൈൻ എ പ്ലസ് സൈൻ ബി എന്നാവും. ഓക്കെ, സൈൻ എ മൈനസ് സൈൻ ബി എന്ന് പറയുന്നത് 2 കോസ് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2 എന്നാവും. ബൈ സൈൻ എ പ്ലസ് സൈൻ ബി എന്ന് പറയുന്നത് 2 സൈൻ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2 എന്നാവും. ഈക്വൽ ടു 2 ക്യാൻസൽ ആവും. ഓക്കെ, കോസ് എ മൈനസ് ബി ബൈ 2 കട്ടാവും അല്ലേ. സൈൻ എ മൈനസ് ബി ബൈ 2 സൈൻ സി മൈനസ് സൈൻ ഡി 2 കോസ് ഇ പ്ലസ് ഡി ബിയുടെ സൈൻ ആണ്. സൈൻ ബൈ കോസ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ കോസ് എ പ്ലസ് ബി ബൈ 2 ഇവിടുത്തെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരിക. ഈ സൈൻ എ പ്ലസ് ബി ബൈ 2ൻ്റെ താഴത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് സൈൻ എ മൈനസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2 അത് ടാൻ എ മൈനസ് ബി ബൈ 2 ആവും. ടാൻ എ മൈനസ് ബി ബൈ 2 ആവും. ഇത് കോട്ട് എ മൈനസ് ബി ബൈ 2 ആവും. കോസ് ബൈ സൈൻ എന്ന് പറയുന്നത് കോട്ട് എ മൈനസ് ബി ബൈ 2 ആവും. എ പ്ലസ് ബി ബൈ 2 സോറി ഇസ് ഈക്വൽ ടു കോട്ട് എ പ്ലസ് ബി ബൈ 2 ആവും. ടാൻ എ മൈനസ് ബി ബൈ 2 ആവും. ഇസ് ഈക്വൽ ടു ഇനി എ പ്ലസ് ബി ബൈ 2 എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് പൈ ആണ് അല്ലേ. എന്താ നമുക്ക് എഴുതാം, എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് പൈ ആണ്. അപ്പോൾ എ പ്ലസ് ബി ബൈ 2 എന്ന് പറയുന്നത് എ പ്ലസ് ബി എന്ന് പറയുന്നത് പൈ മൈനസ് സി എന്ന് കിട്ടും. എ പ്ലസ് ബി ബൈ 2 എന്ന് പറയുന്നത് പൈ ബൈ 2 മൈനസ് സി ബൈ 2 എന്നാണ്. അപ്പോൾ ഇത് കോട്ട് ഓഫ് പൈ ബൈ 2 മൈനസ് സി ബൈ 2 എന്ന് കിട്ടും ഇൻറ്റു ടാൻ എ മൈനസ് ബി ബൈ 2. ഓക്കെ, കോട്ട് ഓഫ് പൈ ബൈ 2 മൈനസ് സി ബൈ 2 അത് ഇതൊരു ടാൻ സി ബൈ 2 ആവും. കോട്ട് 90 മൈനസ് തീറ്റ ടാൻ ആവും. ടാൻ സി ബൈ 2 ഇൻറ്റു ടാൻ എ മൈനസ് ബി ബൈ 2 എന്ന് കിട്ടും. ഇത് എ മൈനസ് ബി ബൈ എ പ്ലസ് ബി ആണ്. ഈ കോട്ട് ടാൻ സി ബൈ 2 എന്ന് പറഞ്ഞാൽ 1 ബൈ കോട്ട് സി ബൈ 2 എന്നാണ് അല്ലേ. അപ്പോൾ ഈ കോട്ട് സി ബൈ 2 കൊണ്ട് ഡിനോമിനേറ്ററിലാണ് ആ കോട്ട് സി ബൈ 2. കോട്ട് സി ബൈ 2 കൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും എ മൈനസ് ബി ബൈ ഇങ്ങനെയാണ് വരുന്നത്. ഇത് വിച്ച് ഇസ് ഈക്വൽ ടു സെപ്പറേറ്റ് ചെയ്യാം. ദറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ കോട്ട് സി ബൈ 2 ഇൻറ്റു ടാൻ എ മൈനസ് ബി ബൈ 2 എന്നാണ്. കോട്ട് സി ബൈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോട്ട് സി ബൈ 2 ഇൻറ്റു എ മൈനസ് ബി ബൈ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ടാൻ എ മൈനസ് ബി ബൈ 2 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടേണ്ടത് ആൻസർ. ഓക്കെ, now the first one,
which is equal to 520 ഡിഗ്രി എന്ന് പറയുന്നത് 520 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആണ് അല്ലേ. 520 ഡിഗ്രി 520 ഡിഗ്രീനെ 520 ഇൻറ്റു പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 26 പൈ ബൈ 9 എന്ന് കിട്ടും. ഓക്കെ, നൗ സെക്കൻഡ് പാർട്ട് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, തേർഡ് പാർട്ട് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെയാണ്. എന്താണ് തേർഡ് പാർട്ട്? ഇപ്പോൾ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. ബി മൈനസ് സി ബൈ ബി പ്ലസ് സി എന്ന് പറയുന്നത് എടുക്കുക. ബി മൈനസ് സി എന്ന് പറയുന്നത് കെ സൈൻ ബി മൈനസ് കെ സൈൻ സി ബൈ കെ സൈൻ ബി പ്ലസ് കെ സൈൻ സി എന്നാവും. കെ എടുത്ത് ക്യാൻസൽ ചെയ്യാം. കെ ക്യാൻസൽ ചെയ്യുമ്പോൾ സൈൻ ബി മൈനസ് സൈൻ സി എന്നാണ്. അത് 2 കോസ് ബി പ്ലസ് സി ബൈ 2 ഇൻറ്റു സൈൻ ബി മൈനസ് സി ബൈ 2. ഡിനോമിനേറ്ററിൽ 2 സൈൻ ബി പ്ലസ് സി ബൈ 2 ഇൻറ്റു കോസ് ബി മൈനസ് സി ബൈ 2. 2 ക്യാൻസലാവും. ഇത് കോട്ട് ബി പ്ലസ് സി ബൈ 2, ഇത് ടാൻ ബി മൈനസ് സി ബൈ 2 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു കോട്ട് ബി പ്ലസ് സി ബൈ 2വിന് പകരം പൈ ബൈ 2 മൈനസ് എ ബൈ 2 എന്ന് എഴുതാം. ഇൻറ്റു ടാൻ ഓഫ് ബി മൈനസ് സി ബൈ 2 എന്നാവും. അങ്ങനെ പൈ ബൈ 2 മൈനസ് എ ബൈ 2 നേരത്തെ നമ്മൾ ചെയ്തതാണ്. എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് പൈ ആണ്. അപ്പോൾ ബി പ്ലസ് സിയുടെ വാല്യൂ പൈ മൈനസ് എ ആവും. ബി പ്ലസ് സി ബൈ 2വിൻ്റെ വാല്യൂ പൈ ബൈ 2 മൈനസ് എ ബൈ 2 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് ടാൻ ഓഫ് എ ബൈ 2 ഇൻറ്റു ടാൻ ബി മൈനസ് സി ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, ടാൻ എ ബൈ 2 എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ ബി പ്ലസ് സി ബൈ ബി മൈനസ് സിയുടെ വാല്യൂ ടാൻ എ ബൈ 2വിന് 1 ബൈ കോട്ട് എ ബൈ 2 എന്ന് എഴുതാം. ഇൻറ്റു ടാൻ ഓഫ് ബി മൈനസ് സി ബൈ 2 എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബി പ്ലസ് സി ബൈ ബി മൈനസ് സി ഇൻറ്റു കോട്ട് എ ബൈ 2 ഈക്വൽ ടു ടാൻ ഓഫ് ബി മൈനസ് സി ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, next, the degree measure of 7 pi by 6. 7 pi by 6 is equal to 7 pi by 6 into 180 by pi അല്ലേ. അപ്പോൾ എത്ര കിട്ടും? പൈ ക്യാൻസൽ ആവും. പൈ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഇത് 30 21 210 210 ഡിഗ്രി എന്ന് കിട്ടും. Second one, cos 7x. Left hand side cos c plus cos d. 2 cos 7x plus 5x by 2 into cos 7x minus 5x by 2 divided by sin c minus sin d. 2 cos 7x plus 5x by 2 into sin 7x minus 5x by 2. ഓക്കെ, 2 കട്ടാവും. കോസ് റേഷ്യോ ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ കോസ് എക്സ് എന്നാവും. കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്നാണ് കോട്ട് എക്സ് എന്ന് കിട്ടും. ഓക്കെ, അടുത്ത അതിൻ്റെ തേർഡ് പാർട്ടാണ്. ഒരു ലാമ്പ് പോസ്റ്റ് ഉണ്ട്. തേർഡ് പാർട്ട് അല്ലേ. A lamp post is situated at the middle point M of the side AC of a triangular plot ABC. അപ്പോൾ triangular plot ABC വരയ്ക്കുന്നു. Triangular plot ABC. ഇത് A, ഇത് B, ഇത് C. Okay. Lamp post is situated at the middle point M of the side AC. ACയുടെ മിഡ് പോയിന്റിൽ എമ്മിൽ, മിഡ് പോയിന്റ് ആണ് എം, എമ്മിലാണ് ലാമ്പ് പോസ്റ്റ് നിൽക്കുന്നത്. എ ബി സി വിത്ത് ബി സി 7 സെൻറ്റിമീറ്റർ, ബി സി 7 സെൻറ്റിമീറ്റർ, സി എ എന്ന് പറയുന്നത്
8 മീറ്റർ ആണ് അല്ലേ, 8 മീറ്റർ, ഇതും 7 മീറ്റർ ആണ്. 8 മീറ്റർ, എ ബി ഈക്വൽ ടു 9 മീറ്റർ ആണ്. എ ബി 9 മീറ്റർ ആണ്. അപ്പോൾ ഇത് ക്യാപിറ്റൽ എ വെർട്ടെക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് ഇത് സ്മോൾ ലെറ്റർ എ, ഇത് സ്മോൾ ലെറ്റർ ബി ആണ്, ഇത് സ്മോൾ ലെറ്റർ സി ആണ്, ട്രയാങ്കിൾ. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താണ്? ദ ലാംപ് പോസ്റ്റ് സബ്റ്റൻഡ് ആൻ ആംഗിൾ, ദ ലാംപ് പോസ്റ്റ് സബ്റ്റൻഡ് ആൻ ആംഗിൾ 15 ഡിഗ്രി അറ്റ് ദ പോയിന്റ് ബി. ബിയിൽ ഒരു, ഇപ്പോൾ എമ്മിലാണ് ഒരു ലാംപ് പോസ്റ്റ് നിൽക്കുന്നത്. ട്രയാങ്കുലർ പ്ലോട്ടിൽ ഇവിടെ ഒരു ലാംപ് പോസ്റ്റ് ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുവാണ്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇത് 15 ഡിഗ്രി ആംഗിൾ ഇവിടെ ഫോം ചെയ്യുന്നുണ്ടെന്നാണ്. 15 ഡിഗ്രി ആംഗിൾ ബിയിൽ ഫോം ചെയ്യുന്നു. ബിയിൽ 15 ഡിഗ്രി ആംഗിൾ ഇവിടെ 15 ഡിഗ്രി ആംഗിൾ ഫോം ചെയ്യുന്നു. ഓക്കെ, ഡിറ്റർമിൻ ദ ഹൈറ്റ് ഓഫ് ദി ലാംപ് പോസ്റ്റ്. ലാംപ് പോസ്റ്റിൻ്റെ ഹൈറ്റ് വേണം, എം പി. പി എം എന്ന് പറയുന്ന ഈ ഹൈറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അതിന് നമുക്ക് ഈ ഇവിടുത്തെ ആംഗിൾ കോസ് ബി എം എന്ന് പറയുന്നത് അല്ലേ, ബി എം സ്ക്വയർ. ഇവിടെ നമുക്ക് കൊസൈൻ ലോ അപ്ലൈ ചെയ്യാം അല്ലേ. കൊസൈൻ ലോ അപ്ലൈ ചെയ്യുന്നതിന് ആദ്യം ഈ സി എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് കാണേണ്ടി വരും. കോസ് സി, ഇതാണ് കോസ് സി. കോസ് സി ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ബൈ 2ab എന്നാണ്. അതായത് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 49 പ്ലസ് ബി സ്ക്വയർ 64 മൈനസ് സി സ്ക്വയർ 81 ബൈ 2 ഇൻറ്റു 7 ഇൻറ്റു 8 എന്നാണ്. അപ്പോൾ 49 പ്ലസ് 64 130 മൈനസ് 81 ബൈ 2 ബൈ 7 എന്ന് കിട്ടും. ഓക്കെ, കോസ് സി എന്ന് പറയുന്നത്. ഇനി ഈ ബി എം സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ, ബി എം സി എന്ന് പറയുന്ന ട്രയാങ്കിൾ, ഓക്കെ, ഈ ബി എം സി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നമുക്ക് ബി എം കാണാം. ഈ ബി എം എന്ന് പറയുന്ന ലെങ്ത് കണ്ടാൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കാണാൻ പറ്റുമല്ലോ ഈ 15 ഡിഗ്രി ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ബി എം എന്ന് പറയുന്ന ലെങ്ത് എങ്ങനെ കാണും? ബി എം എന്ന് പറയുന്ന ലെങ്ത് ഇത് മിഡ് പോയിന്റ് ആയതുകൊണ്ട് ഇത് 4 ആണ്. ഈ ബി എം 4, ഇത് 7. എങ്ങനെ കാണും? ബി എം സ്ക്വയർ, ബി എം സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇങ്ങനെയാണ് എ സ്ക്വയർ എന്ന് പറയുന്നത്, ഒരു സൈഡിൻ്റെ സ്ക്വയർ കാണുന്നത് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2bc കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു സൈഡ്സ് എന്നാണ്, കോസ് തീറ്റ. അപ്പോൾ ഇവിടെ ബി എമ്മിന് നമുക്ക് ബി എം തന്നെ കൊടുക്കാം. ബി എം സ്ക്വയർ ഈസ് ഈക്വൽ ടു, മറ്റ് രണ്ട് സൈഡിൻ്റെ സ്ക്വയറുകൾ എന്ന് പറയുന്നത് 7 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ആണ്, മൈനസ് 2 ഇൻറ്റു 7 ഇൻറ്റു 4 ഇൻറ്റു കോസ് സി അല്ലേ. ഈ 7ഉം 4ഉം ഡിറ്റർമിൻ ചെയ്യുന്ന ആംഗിള് ഈ ആംഗിളാണ്. കോസ് സിയുടെ വാല്യൂ 2/7 ആണ്, നമുക്ക് കിട്ടിയിട്ടുണ്ട് 2/7. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ 7 കട്ടാവും, 16 ആണ് 7 സ്ക്വയർ. ബി എം സ്ക്വയർ എന്ന് പറയുന്നത് 7 സ്ക്വയർ എന്നാണ്. അപ്പോൾ ബി എമ്മിൻ്റെ വാല്യൂ 7 എന്ന് കിട്ടും, ബി എം. നൗ ടാൻ 15 ഡിഗ്രി ഈസ് ഈക്വൽ ടു 15 ഡിഗ്രി എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് ഈ ഹൈറ്റ് ആണ്, പി എം ബൈ അഡ്ജസൻറ്റ് സൈഡ് ബി എം ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ 15ൻ്റെ വാല്യൂ 2 മൈനസ് √3 ആണ്. നമ്മളത് നേരത്തെ ചെയ്തിട്ടുണ്ട്. 2 മൈനസ് √3 ഈസ് ഈക്വൽ ടു എച്ച്. പി എമ്മിനെ നമുക്ക് എച്ച് എന്ന് കൊടുക്കാം, ഹൈറ്റ് ഓഫ് ദി ലാംപ് പോസ്റ്റ് ബൈ ബി എം എന്ന് പറയുന്നത് 7 ആണ്. ഓർ ഹൈറ്റ് ഈസ് ഈക്വൽ ടു
7 into 2 minus root 3 meter. Okay. Next one, 40 degree 20 minute equal to 40 degree 20 minute in radian. 20 minute, not 21, 20 minute. Okay, that is equal to 121 pi by 540. 121 pi by 540. Second one, prove that 3 into sin 30 1 by 2 sec 60 cos 60 യുടെ റെസിപ്രോക്കൽ ആണ് 2 minus 4 into sin 5 pi by 6 എന്ന് പറയുമ്പോൾ sin pi minus pi by 6 ആണ്. അത് sin pi by 6 ആവും. sin 30 വരും 1 by 2 ആണ്. ഓക്കെ, into 1 is equal to ഇത് 2 കട്ടാവും, ഇത് 2 ആവും. 3 minus 2 1 എന്ന് കിട്ടും. ഓക്കെ, തേർഡ് വൺ നമ്മൾ ചെയ്തതാണ്, അത് നോക്കി ചെയ്യാം. ഓക്കെ, ഈ ടൈപ്പ് പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്, ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ സൈൻ 7 pi by 6നെ 7 pi by 6 into 180 by pi cancel 3 210 degree. Okay, 210 degree. Now tan 75 degree നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. tan 75 45 plus 30 എന്ന് കൊടുത്തിട്ട് നമ്മൾ ചെയ്തതാണ്. tan 75 ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3ൽ a into sin b minus c, a into sin b minus c. ഇതിൽ ആദ്യത്തെ ടേം എക്സ്പ്രഷൻ എന്ത് കിട്ടും നോക്കാം. a into sin b minus c, a into sin b minus c is equal to a into sin b cos c minus cos b into sin c എന്നാണ്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സൈൻ ബിയുടെ വാല്യൂ ബി ഇൻറ്റു കെ എന്നാണ്. ബി ഇൻറ്റു കെ, കെ ബി എന്ന്. എ ബൈ സൈൻ എ അങ്ങനെ നമുക്ക് കൊടുക്കാമല്ലോ. എ ബൈ സൈൻ എ ഇസ് ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി കൊടുക്കുമ്പോൾ ബി കെ എന്ന് നമുക്ക് കൊടുക്കാം. എ ബൈ സൈൻ എയുടെ വാല്യൂ ബി ബൈ സൈൻ ബിയുടെ വാല്യൂ എല്ലാം കെ ആണ്. അപ്പോൾ സൈൻ എക്ക് വേറെ എ ബൈ കെ, അല്ലെങ്കിൽ എ ബൈ കെ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിന് 1 by k എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണെന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ സൈൻ എയുടെ വാല്യൂ എ കെ എന്ന് കൊടുക്കാം, സൈൻ ബിയുടെ വാല്യൂ ബി കെ എന്ന് കൊടുക്കാം. ഇപ്പം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സൈൻ എയുടെ വാല്യൂ ഇങ്ങനെ എഴുതുന്നത് സൈൻ എയുടെ വാല്യൂ എ ബൈ കെ എന്നാണ്. ഈ 1 by kക്ക് ലാംഡ എന്ന് കൊടുത്താൽ എ ലാംഡ എന്ന് കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ ബി ലാംഡ എന്നോ ബി കെ എന്നോ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇൻറ്റു കോസിയുടെ വാല്യൂ കൊസൈൻ ഫോർമുലയാണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ബൈ 2ab മൈനസ് സൈൻ സിയുടെ വാല്യൂ സി കെ എന്ന് കൊടുത്താൽ കോസ് ബിയുടെ വാല്യൂ എന്താണ് സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ 2ac വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇവിടെ ബി ക്യാൻസൽ ആവും. ഓക്കെ, കെ ഔട്ട്സ് എടുക്കാം. എ കെ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ബൈ 2a മൈനസ് ഇവിടെ ക്യാൻസൽ ആവും. സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ 2a എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ക്യാൻസൽ ആവും. ബി സ്ക്വയർ
പ്ലസ് ബി സ്ക്വയർ 2b² എന്ന് കിട്ടും അല്ലേ. അപ്പോൾ a² മൈനസ് a² ക്യാൻസൽ ആവും. b² മൈനസ് മൈനസ് b² 2b² എന്നാവും. 2b² മൈനസ് 2c² ബൈ 2a എന്ന് 2 ക്യാൻസൽ ആവും. എ അല്ല 2aയിൽ ഈ 2 സോറി എ ക്യാൻസൽ ആവും. അതാണ് 2aയിൽ എ ക്യാൻസൽ ആവും, 2ഉം ക്യാൻസൽ ആവും. ഓക്കെ, കൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഇസ് ഈക്വൽ ടു ak ഇൻറ്റു 2b² മൈനസ് 2c² ബൈ 2a എന്നാണ്. എ ക്യാൻസൽ ആവും, ഈ 2 കോമൺ ആയതുകൊണ്ട് 2ഉം ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു k ഇൻറ്റു b² മൈനസ് c² എന്ന് കിട്ടും. a ഇൻറ്റു സൈൻ ഓഫ് b മൈനസ് സിയുടെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ അടുത്തത് b ഇൻറ്റു സൈൻ ഓഫ് സി മൈനസ് എ. b ഇൻറ്റു സൈൻ സി മൈനസ് എയുടെ വാല്യൂ k ഇൻറ്റു c² മൈനസ് a² എന്ന് എഴുതാം. c ഇൻറ്റു സൈൻ ഓഫ് അടുത്തത് a മൈനസ് ബിയുടെ വാല്യൂ ഇത് കിട്ടും k ഇൻറ്റു a² മൈനസ് b² എന്ന് എഴുതാം. ഇത് ആഡ് ചെയ്താൽ ഈ 3 ഇക്വേഷൻ കൂടി ആഡ് ചെയ്താൽ a ഇൻറ്റു സൈൻ ബി മൈനസ് സി പ്ലസ് b ഇൻറ്റു സൈൻ സി മൈനസ് എ പ്ലസ് c ഇൻറ്റു സൈൻ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ k കോമൺ ആണ്. b² മൈനസ് c² പ്ലസ് c² മൈനസ് a² പ്ലസ് a² മൈനസ് b². അതെല്ലാം ക്യാൻസൽ ആവും, 0 എന്ന് കിട്ടും. ഓക്കെ.